കണ്ടു വന്ദിപ്പാൻ. പക്വ മനസ്സോടു ഭക്തീവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ നിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെഴുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാകിടമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദോത്തരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചനീ വിലോചനം തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനമുരുൾ ചെയ്തു. ധന്യനായ നടിയ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മം പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീന മദീനമല്ലോ തവ. ഇംഗലനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുകളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം കൊണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ സൗഖ്യമിതിൽ പരമില്ലെന്നെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മഞ്ഞീവനാവാസകാലം കഴിയുവോളും. രാജമമൈത്തിൽ ഭവാൻ മത്സഖിയല്ലേ ഭുജനാം നീ പരിപാലക സന്തതം. കുണ്ഠഭാവം ചെറുക്കുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനി. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരം ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകടത്തോടും ചോദനം തന്നാൽ കുശലാദങ്ങളാൽ സാദരമായി പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിരിഞ്ഞാൻ. പ്രാസാദമൂർധനി പദ്യന്റെ യഥാപുരാ വാസവും ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാങ്കുലനായി ഗുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിയാൻ പുഷ്കരനെ തന്നെ കണ്ടില്ലയോ സഖേ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിയാൻ പുഷ്കരനെ തന്നെ കണ്ടില്ലയോ സഖേ.